Hi, welcome to my channel Cosmic Sign. My name is Shyam Sundar. I am recording this video from Dubai since I am working and staying in Dubai. After watch this video, if you like, please subscribe my channel, share and press the bell button. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ നിത്യജീവിതത്തിൽ മന്ത്രശാസ്ത്രത്തിനുള്ള പ്രാധാന്യം എന്താണ് മന്ത്രം, ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് നേടുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ നമ്മൾ അതിനു വേണ്ടിയുള്ള അത് അറിയാവുന്ന ഒരാളിനെ സമീപിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മന്ത്രം എന്ന് പറയുന്നതാണെങ്കിൽ ഒരു പ്രത്യേകതരം വാക്കുകളാണ്. ഇറ്റ് ഈസ് എ വേർഡ്, സൗണ്ട് ഓർ ഫ്രൈസ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി നമ്മൾ ചാൻറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം വാക്കുകൾ അല്ലെങ്കിൽ ഫ്രൈസ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം സൗണ്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. അപ്പം ഈ മന്ത്രങ്ങൾ തന്നെ പലതരത്തിലുള്ള മന്ത്രങ്ങളുണ്ട്. മന്ത്രം ബീജാക്ഷരങ്ങളുണ്ട്. ബീജാക്ഷരങ്ങളിൽ നിന്നാണ് മന്ത്രം ഉണ്ടാകുന്നത്. അപ്പം ബീജമന്ത്രമുണ്ട്. ബീജമന്ത്രങ്ങൾ കൂട്ടിച്ചേർത്താണെങ്കിൽ മന്ത്രം ഉണ്ടാകുന്നത്. പിന്നെ മാലാമന്ത്രമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മന്ത്രങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. സാത്വിക മന്ത്രമുണ്ട്, പിന്നെ സാത്വികമല്ലാത്ത മന്ത്രങ്ങളുണ്ട്, പിന്നെ പല രീതിയിൽ മന്ത്രങ്ങളുണ്ട്. അപ്പം നോർമലി നമ്മൾ ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലേക്ക് ഒക്കെ കടക്കുന്നത് നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ നമുക്കൊരു കാര്യം നേടുവാൻ സാധിച്ചില്ലെങ്കിൽ ആ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥനയിലും മാന്ത്രിക വിഷയത്തിലൊക്കെ ഏർപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബിസിനസ്സുകാരുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളിലെ ജോലി ചെയ്യുന്ന ആൾക്കാരും ഇഷ്ടം പോലെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ UAE-യിലുള്ള ബിസിനസ്സുപരമായിട്ടുള്ള എസ്പെഷ്യലി ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആൾക്കാർ 100-ൽ 99.99% ആൾക്കാരും ദൈവവിശ്വാസികളും ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ താല്പര്യമുള്ള വ്യക്തികളുമാണ്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ ഇപ്പോഴത്തെ ഒരു തലമുറയോടാണെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ആണെങ്കിൽ അവർ ചിരിക്കും എന്നും പറഞ്ഞ് ഇതിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെയ്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർ പുറമേ പറയും, ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമെന്ന് പറയും. അല്ല, തീർച്ചയായിട്ടും മന്ത്രത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ ഒരു മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ അറിഞ്ഞിരിക്കുന്നത് കൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ടും നമുക്ക് നിരവധി നേട്ടങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പം പിന്നെ ഇതുകൊണ്ട് തന്നെ ആണെങ്കിൽ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അതായത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മാനസികവും പിന്നെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ തിങ്സിനെ ബേസ് ചെയ്തതാണ്. അപ്പോൾ ഇൻറ്റേർണൽ തിങ്സ് എന്ന് ഞാൻ പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി മാനസികമായിട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും, പക്ഷേ ബാഹ്യമായ ചില ബന്ധനങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാതിരിക്കാം. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. മനസ്സിലായോ? അപ്പം ഈ നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ സെൻസറി, അത് പാരാസൈക്കോളജി എന്ന് പറയുന്നതാണെങ്കിൽ ആ ഒരു ഇന്ദ്രിയത്തിന് അതീതമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സംഭവമാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ട്. അതെനിക്കറിയാമായിരിക്കും. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഇതാണ് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ. 6ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ്, 7ാമത്തെ ഇന്ദ്രിയമാണ് ബുദ്ധി, 8ാമത്തെ ഇന്ദ്രിയമാണ് ബോധം, 9ാമത്തെ ഇന്ദ്രിയമാണ് ബോധസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ അല്ലെങ്കിൽ കോസ്മിക് എനർജി അല്ലെങ്കിൽ കോസ്മിക് കോൺഷ്യസ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഈ സൈക്കോളജി എന്ന് പറയുന്നതാണെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, ഈ പറയുന്ന 5 കാര്യങ്ങൾ, അതിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചും അതിൽ വരുന്ന വൈകല്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ സൈക്കോളജി പറയുന്നതെങ്കിൽ, പാരാസൈക്കോളജി എന്ന് പറയുന്നതാണെങ്കിൽ എക്സ്ട്രാ സെൻസറി ആയിട്ടുള്ള ഓർഗൻസിനെ കുറിച്ചും അതിലേക്ക് വരുന്ന പിന്നെ ആശയങ്ങളെക്കുറിച്ചുമൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു ശാഖയാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത്. അത് ടെലിപ്പതിക്കാകാം, അല്ലെങ്കിൽ ടെലികൈനസിസ് ആകാം,
അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് വെച്ചാലാണെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്തതും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണെങ്കിൽ അനുഭവിച്ചറിയാൻ സാധിക്കാത്തതുമായിട്ടുള്ള നിരവധി അദൃശ്യ ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പം ഈ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലൂടെ ആ അദൃശ്യ ശക്തിയുമായിട്ടാണ് നമ്മൾ കണക്റ്റഡ് ആകുന്നത്. വേണമെങ്കിൽ നമുക്ക് പറയാം ഭൂതപ്രേത പിശാചുക്കൾ, യക്ഷി, ഗന്ധർവൻ, ജിന്ന്, സാത്താൻ. അപ്പം ഇതൊക്കെ പറയുമ്പം പെട്ടെന്ന് ആൾക്കാർ പറയും ഞങ്ങൾ ഇതൊക്കെ ചുമ്മാതെ കളിപ്പീരാണ്, ഇതിൻ്റെ അകത്തിലങ്ങ് ഒന്നുമില്ല എന്ന് പറയും. അതിന് നിങ്ങൾ ഭൂതത്തിനെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ പ്രേതത്തിനെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടാകാം. ഇങ്ങനെ ചോദിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ ഈ ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആരെങ്കിലും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ ദൈവത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് പേരുകൾ വല്ലതും ഉണ്ടോ? നമുക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി നമ്മൾ പേര് മാത്രം കൊടുത്തപ്പോൾ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് ഓരോ മതത്തിലും ആ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഓരോ മതത്തിലും ദൈവത്തിന് ഓരോ പേരുകൾ കൊടുത്തപ്പോൾ ഉണ്ട്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ ദൈവികപരമായിട്ട് ശക്തിയിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത അദൃശ്യ ശക്തികളിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? അപ്പം തീർച്ചയായിട്ടും ഈ അദൃശ്യ ശക്തികളുണ്ട്, അതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു മനുഷ്യൻ ആന്തരികമായിട്ട് എത്ര ശക്തിമാനാണെങ്കിലും, എത്ര നോളജ് ഉണ്ടെങ്കിലും, എത്ര സ്കില്ലുണ്ടെങ്കിലും ഇതിനെയൊക്കെ നമുക്ക് ചെറുത്തുകൊണ്ട്, ഇതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ എന്നേക്കുമായി നിഷ്ഫലമാക്കുവാനും ഇനിയും ഒരു കഴിവുകളും ഇല്ലാത്ത വ്യക്തിയെ ബാഹ്യമായ ചില ശക്തികളുള്ള പ്രേരണയോടുകൂടി ആ വ്യക്തി ഉയർത്തിക്കൊണ്ട് വരുവാനും മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മാന്ത്രിക താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക അങ്ങനത്തെ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ അങ്ങനത്തെ കൺസൾട്ടേഷൻ വല്ലതും ആവശ്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും എന്നെ സമീപിക്കാവുന്നതാണ്. ഞാൻ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 20-22 വർഷം മുമ്പാണ് ഞാൻ മാന്ത്രിക താന്ത്രിക വിഷയങ്ങളാണെങ്കിൽ പഠിച്ചത്. അപ്പോൾ അന്ന് മുതൽ വെച്ചാൽ ഏകദേശം ഒരു 20 വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഈ ഫീൽഡിൽ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഈ മാന്ത്രിക അദൃശ്യ ശക്തികളെ, ദുഷ്ടശക്തികളെ, ചിലപ്പം പറയും ഞങ്ങൾക്ക് ഭയങ്കര നെഗറ്റിവിറ്റിയാണ്, അല്ലെങ്കിൽ ഇതാണ് ഞങ്ങളുടെ ബിസിനസ്സിനാണെങ്കിൽ ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ നേരത്തെ നല്ല ബിസിനസ്സായിരുന്നു, ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ ബിസിനസ്സൊന്നും വരുന്നില്ല. ചിലർ പറയുകയാണെങ്കിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് എൻ്റെ ജോലി നഷ്ടമായി പോയി. അല്ലെങ്കിൽ ചിലർ പറയുകയാണെങ്കിൽ എനിക്ക് എവിടെ തിരുന്നാലും ശത്രുക്കളാണ്, എനിക്കും പിന്നെ അതിൽ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പിന്നെ ഞാൻ പോലും അറിയാം എൻ്റെ കയ്യിൽ നിന്ന് ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ പൈസ വരും, പക്ഷേ അത് പൈസ വരുന്ന സമയത്ത് പലതരത്തിലുള്ള പാഴ്ചെലവുകൾ വന്ന് ധനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മളാണെങ്കിൽ അവരുടെ എക്സ്റ്റേണലായിട്ടുള്ള എനർജിയും കൂടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആന്തരികമായിട്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ എല്ലാ വിഷയങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ആ സമയത്താണ് നമ്മൾ പാരാസൈക്കോളജിക്ക് ആണെങ്കിലും മാന്ത്രിക താന്ത്രിക വിഷയങ്ങളാണെങ്കിലും നമ്മൾ ആ സമയമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിവേ, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക താന്ത്രിക വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് എനർജിയുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ ദുബായിലെ നമ്പർ 058-612-6799. താങ്ക് യു വെരി മച്ച്.